ഇന്നുണ്ടല്ലോ കുറച്ച് ക്യാരറ്റ് അധികം ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത് വെക്കണം. ഇന്നലെ രാത്രി ഞങ്ങൾ പുറത്ത് പോയപ്പോൾ നല്ല ഫ്രഷ് ക്യാരറ്റ് കണ്ടാരണം കുറച്ചധികം മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനെങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. ക്യാരറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പുറത്ത് കെമിക്കലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ആദ്യം ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കും. അരമണിക്കൂറൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് എടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും. എന്നിട്ട് ഡ്രെയിൻ ചെയ്ത് വെക്കും കേട്ടോ. ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ട് വെള്ളം നന്നായിട്ട് പോയി കിട്ടുന്ന സമയത്ത് ഒരു ടവൽ യൂസ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് തുടച്ചെടുക്കും. നന്നായിട്ട് തുടച്ചെടുത്ത് പിന്നെ ഒരു ബോക്സിലാക്കി ഇത് എടുത്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നല്ല അടച്ചുറപ്പുള്ളൊരു ബോക്സിലാണ് വെക്കുന്നതെങ്കിൽ ഇത് ഒരു മാസത്തിൽ കൂടുതൽ നമുക്ക് ഫ്രഷായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് വെജിറ്റബിൾസ് എല്ലാം ക്ലീൻ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ മേടിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കും. തുടച്ച് ബോക്സിലാക്കി വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഞാൻ ഈ അടുത്താണ് കേട്ടോ ഇങ്ങനെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്താ പറയുക, വെജിറ്റബിൾസ് ഒന്നും കേടാകാതെ ഇരിക്കുകയും ചെയ്യും, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണേ. മിക്ക ആളുകളും ഇതുപോലെയാണെന്ന് തോന്നുന്നു സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഈ ഒരു രീതി ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാനത് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ വെജിറ്റബിൾസും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. എസ്പെഷ്യലി ബീറ്റ്റൂട്ട്, ക്യാരറ്റൊക്കെ ഒരുപാട് നാൾ ഇരുന്നോളൂ കേട്ടോ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി അടുപ്പത്തിടണം, പിന്നെ കറി വയ്ക്കണം. അപ്പോൾ ഇന്ന് മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻകാരൻ എന്താണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ കരിമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ ചാളയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരിമീനും ചാളയും ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കരിമീൻ നല്ല തൊലിയൊക്കെ ചെത്തിയ അടിപൊളി കരിമീനായിരുന്നു. അപ്പോൾ അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് തലയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ മസാല പുരട്ടി അധികം ഉണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യാറുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷായിട്ട് അപ്പം തന്നെ പൊരിച്ചെടുക്കും കേട്ടോ. ഇനിയുണ്ടല്ലോ ചാള നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ചാള ഉണ്ടല്ലോ മാങ്ങ ഇട്ട് വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങ കഷ്ണങ്ങൾ ഒന്ന് തൊലിയൊക്കെ ചെത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തേങ്ങ അരപ്പ് റെഡിയാക്കി വെക്കണം. ഇവിടെ ഉണ്ടല്ലോ നമ്മൾ കറി വെക്കാനൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്ന സമയത്തായിരിക്കും കറണ്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മീൻ ക്ലീൻ ചെയ്തെടുക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ തേങ്ങയും അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. തേങ്ങയും മുളകും ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നല്ല അരപ്പ് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ചാള ക്ലീൻ ചെയ്യാൻ പോയത്. അപ്പോൾ കരിമീൻ ആദ്യം ഞാൻ ക്ലീൻ ചെയ്തെടുത്ത് മസാല പുരട്ടി വെച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് നല്ലതാണ് കുറച്ച് നേരം ഒന്ന് വെക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് ചാള കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇന്നുണ്ടല്ലോ ഞാൻ വെജിറ്റബിളൊന്നും തയ്യാറാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടുള്ള പണിയാണ് ചെയ്തെടുക്കുന്നത്. മീൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെജിറ്റബിൾ ചെയ്യാനായിട്ടൊരു മടി തോന്നും. അതേസമയം വെജിറ്റബിൾ മാത്രമേ ഉള്ളൂവെങ്കിൽ എന്തായാലും ഒരു തോരനാക്കാറുണ്ട് കേട്ടോ. മാങ്ങയുള്ള സമയത്ത് മാങ്ങ ഇട്ട് തന്നെ കറി വെച്ചാലാണ് കേട്ടോ മീനിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് മാങ്ങയുടെ സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാങ്ങ ഇട്ട് തന്നെയാണ് കൂടുതലും മീൻ കറി വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ അരപ്പ് ഒന്ന് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് എരിവിന് ആവശ്യത്തിനും ഒരു 3 എണ്ണമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ തൊലി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങളുണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കും. ഇനി എന്നിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചാള ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം കേട്ടോ.
ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ മീൻ വറുത്തെടുക്കണം. അപ്പോൾ കരിമീനൊന്ന് വറുത്തെടുക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങൾ കമൻ്റ് ആക്കാനും മറക്കരുത് കേട്ടോ. പിന്നെന്താ പറയുക, നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം. നിങ്ങൾ കമൻ്റ് ഇടുമ്പോഴും അതുപോലെ ലൈക്ക് ചെയ്യുമ്പോഴുമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ചാള ഇതുപോലെ തിളപ്പിച്ച് പറ്റിച്ചെടുത്ത ശേഷം ഉള്ളി ഉലുവ ഇട്ട് പൊട്ടിച്ച് ഉള്ളിയും കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ച് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി നമുക്ക് തയ്യാറായി കിട്ടും. അപ്പോൾ മാങ്ങ ഇട്ട് വെച്ച ചാളക്കറിയുടെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ദാ ഈ ഒരു ലുക്കിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലാണോ മാങ്ങയിട്ട് കറി വെക്കാറുള്ളത്? ഒന്ന് കമൻ്റ് ആക്കണേ. ഇനി നല്ല വീഡിയോസായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.